ഇപ്പോഴത്തെ ഈ സോളാർ വിവാദത്തെക്കുറിച്ച് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്നലത്തെ ചില ചാനലുകളുടെ ചർച്ചയിൽ സോളാർ വിവാദം സംബന്ധിച്ച് ഞാൻ പലതും മാറി മാറി പറഞ്ഞു എന്നത് ഞാൻ കേട്ടു. ഇന്നലെ നിയമസഭയിൽ നടന്ന ചർച്ച 10ാം ദിവസത്തെ ചർച്ചയാണ്. ഒരേ വിവാദം. നിയമസഭാ ചട്ടങ്ങൾ അനുസരിച്ച് ഒരു സെഷനിൽ ഒരു വിഷയം ഒരു പ്രാവശ്യം. പക്ഷേ ഗവൺമെന്റിനൊന്നും മറച്ചു വെക്കാനില്ലാത്തതുകൊണ്ട് എന്നൊക്കെ നോട്ടീസ് തന്നിട്ടുണ്ടോ അന്നല്ല ചർച്ചയ്ക്ക് സമ്മതിച്ചു, ചർച്ച നടത്തി. ഞാൻ ഈ 10 ദിവസവും പറഞ്ഞത് ഒന്നുപോലും ഞാൻ മാറ്റി പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞെടുത്ത് തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും നിന്നിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് എന്നെ കൂടെ ബന്ധപ്പെടുത്താൻ വേണ്ടി പലതും പറഞ്ഞു. അതിനെല്ലാം ഞാൻ വിശദീകരണം കൊടുത്തു. അതിനെ പിന്നീട് ആരും ചോദ്യം ചെയ്തിട്ടില്ല. ആദ്യം പറഞ്ഞത് എന്റെ ഒരു കത്തുണ്ടെന്നാ. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു കത്ത് കൊടുത്തിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞത് അങ്ങനെ ഓഫ് ഹാൻഡായിട്ട് പറഞ്ഞതല്ല. ഞാൻ എമർജിംഗ് കേരളയിൽ പങ്കെടുക്കാൻ വേണ്ടി കൊടുത്തു എന്നാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് KSIDC കാണണം, അതനുസരിച്ചുള്ള ആക്ഷൻ നടന്നു കാണണം. ഞാൻ തിരക്കുമ്പം KSIDC കത്തില്ല, ഇവരുടെ ഒരു ആപ്ലിക്കേഷൻ പോലും അവിടെ ഇല്ല, അവർ എമർജിംഗ് കേരളയിൽ പങ്കെടുത്തിട്ടില്ല. പിന്നീടല്ലേ പോലീസ് അന്വേഷണത്തിൽ കൃത്രിമമായിട്ടൊരു കത്ത് ഉണ്ടാക്കി അതിന് ഒരു പ്രത്യേക കേസെടുത്തു. അതുണ്ടാക്കിയ കമ്പ്യൂട്ടർ സെന്ററിന്റെ ആളും ഇന്ന് കസ്റ്റഡിയിലായി, ഇന്ന് ജയിലിൽ കിടക്കുക. പിന്നെ സോളാർ പാനൽ എന്റെ ഓഫീസിൽ സ്ഥാപിച്ചു, എന്റെ ഔദ്യോഗിക വസതി സ്ഥാപിച്ചു എന്നൊക്കെ പറഞ്ഞു. അത് രണ്ടും പൊതുമേഖലാ സ്ഥാപനങ്ങൾ. ഒന്ന് സീഡിറ്റ്, 2 അനർട്ട്. ഇതിന്റെ ഔദ്യോഗിക ഏജൻസി അനർട്ട. പക്ഷേ 1 കൊല്ലത്തിനു മുമ്പ് എന്റെ ഓഫീസിൽ സ്ഥാപിക്കുന്ന സമയത്ത് അനർട്ട് ഒരു പരിപാടിയുമായിട്ട് മുമ്പോട്ട് വന്നിരുന്നില്ല. അതുകൊണ്ട് സീഡിറ്റിനെ അത് ഏൽപ്പിച്ചു. സീഡിറ്റ് അവരുടെ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ച ശേഷമാണ് അതെടുത്തത്. അതും ഈ രംഗത്ത് പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ. അവരുടെയൊക്കെ പേര് വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാൻ നിയമസഭയിൽ തന്നെ പറഞ്ഞിരുന്നു. എന്റെ ഓഫീസിലെ വെബ് ക്യാമറയെക്കുറിച്ച് ആയി. അത് നിയമസഭയ്ക്ക് പുറത്തു പറഞ്ഞതാണ്. BJPയിലെ ശ്രീ സുരേന്ദ്രൻ ഈ കഴിഞ്ഞ 23-ാം തീയതി എന്റെ പരിപാടികൾ ആ വെബ് ക്യാമറ എല്ലാം ഒന്ന് പ്രസ്തുതപ്പെടുത്തണം, അതൊക്കെ പരിശോധിക്കാൻ അവസരം വേണം എന്ന് പറഞ്ഞു. ഏതായാലും ആ ദിവസം ഞാനന്ന് സ്ഥലത്തില്ലാതിരുന്നു. ഞാൻ രാവിലെ 6 മണിക്കത്തെ ഫ്ലൈറ്റിൽ എറണാകുളത്ത് പോയതാ. പിന്നെ ഞാൻ എറണാകുളവും ജില്ലയിലെ പല പരിപാടികൾ, അത് കഴിഞ്ഞ് കോട്ടയത്ത്, അത് കഴിഞ്ഞ് രാത്രി 11:30 ഞാൻ നേരെ ക്ലിഫ് ഹൗസിൽ വരിക ചെയ്തത്. പക്ഷെ അതിന് മറുപടി പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നു എന്റേത് ലൈവ് ടെലികാസ്റ്റാണ്, ഇവിടെ റെക്കോർഡിംഗ് സൗകര്യങ്ങളില്ല. അപ്പൊ അതിനെക്കുറിച്ച് എന്റെ നോട്ടിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം അതിന് വളരെയേറെ പണച്ചെലവും വരും, വളരെയേറെ സാഹസികതയുമുണ്ട്. അതുകൊണ്ട് അതിന് പരിപാടി ഇട്ടില്ല. പക്ഷേ പുറത്തു നിൽക്കുന്ന ആർക്ക് വേണമെങ്കിൽ അത് പിന്നെ റെക്കോർഡ് ചെയ്യാം. അപ്പം ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്, എന്റെ മുറിയിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് ചില TVകൾ അത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. ഇന്ന് ചില കഴിഞ്ഞൊരു ദിവസം ഒരു മാസികയിൽ അതിന്റെ ഫോട്ടോ വന്നിട്ടുണ്ട്. അപ്പോൾ പുറത്തു നിന്നുള്ളവർക്ക് ഇതിന്റെ ഫോട്ടോ എടുക്കാം, വേണമെങ്കിൽ ആ തത്സമയമാണെങ്കിൽ അത് റെക്കോർഡിങ് ചെയ്യാം. പക്ഷെ ഇവിടെ റെക്കോർഡ് ചെയ്യുന്ന സമ്പ്രദായമില്ല. അപ്പൊ ഇന്നലെ ചിലര് പറയുന്നത് CCTV ദൃശ്യങ്ങൾ അത് പ്രസിദ്ധീകരിച്ചുകൂടെ? അതിനെക്കുറിച്ച് എന്റെ ഈ പിന്നെ പ്രസ് നോട്ടിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് 2009 വെച്ചതാണ്. അത് ചില സ്ഥലത്തത് ഒരാഴ്ച, ചില സ്ഥലത്തത് 14 ദിവസം, അത്രയും സമയത്തേക്കുള്ളത് റെക്കോർഡ് ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ അത് താനെ ഓട്ടോമാറ്റിക്കായിട്ട് അത് മാറിക്കൊണ്ട് ഇരിക്കും. അതിനെ സംബന്ധിച്ചുള്ള സംഗതികളാണ്. ഞാൻ ആദ്യം പറഞ്ഞത് മുതൽ ഇന്ന് വരെ ഞാൻ ഒരു കാര്യം പോലും മാറ്റി പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് വേണേൽ ചൂണ്ടിക്കാണിക്കാം. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുള്ളത്
പിന്നെ മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. ഞാൻ നിയമസഭയെ പല പ്രാവശ്യം അംഗങ്ങളോടും പറഞ്ഞു, ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അത് പറയണം. എൻക്വയറിയെ കുറിച്ച് പറഞ്ഞു. എൻക്വയറിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായിട്ടുള്ള ഒരു സമീപനമാണ് ഞാൻ വ്യക്തമാക്കിയത്. ഗവൺമെന്റിന്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ക്രിമിനൽ കേസിലെ പ്രതികളെ കണ്ടെത്തുക, അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷെ പ്രതിപക്ഷം പലപ്പോഴും രാഷ്ട്രീയ ലാഭമാണ് നോക്കുന്നത്. ഗവൺമെന്റ് അത് നോക്കാനൊക്കത്തില്ല. ഗവൺമെന്റിന് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിയമത്തിന് മുമ്പിൽ കുറ്റം ചെയ്തവരെ കൊണ്ടുവരിക. അപ്പൊ അതിന് ഫലപ്രദമായ ഒരു എൻക്വയറി ഇന്നിവിടെ നടക്കുന്നുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ നല്ല നിലയിൽ പുരോഗമിക്കുക. ഈ ചർച്ചകളിലൊന്നും ഇന്ന് നടന്ന അന്വേഷണത്തെക്കുറിച്ച് ഒരു പരാതി പറയുന്നില്ല. ഗവൺമെന്റ് തീരുമാനിച്ചൊന്നുമില്ല. എന്നാലും മാധ്യമങ്ങളിൽ വന്നു ഗവൺമെന്റ് എന്തോ CBI എൻക്വയറിക്ക് പോകുന്നു. ഹൈക്കോടതിയിൽ ഒരു കേസ് വന്നു. ആ കേസിന് എന്ത് മറുപടി പറയണം എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ ചില തലങ്ങളിൽ നടന്നു. ഗവൺമെന്റ് തീരുമാനിച്ചതല്ല. പക്ഷെ അപ്പോൾ തന്നെ പ്രതിപക്ഷം CBI എൻക്വയറി പാടില്ല. CBI അന്വേഷണം ഈ കേസ് അന്വേഷണത്തെ അട്ടിമറിക്കാനുള്ളതാണ്. അതിന്റെ അർത്ഥം എന്താ? ഇന്നത്തെ അന്വേഷണത്തിൽ അവർ തൃപ്തരാണെന്നുള്ളതാണ്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഓപ്പൺ മൈൻഡാണ് ഓടുകൂടിയാണ് ഇതിനെ കാണുന്നത്. ഈ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയായതിനു ശേഷം അത് ഏറ്റവും വേഗത്തിൽ പൂർത്തിയാക്കാനാണ് ശ്രമിക്കുന്നത്. ഇവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, പ്രതിപക്ഷത്തിനോ മറ്റാർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കേൾക്കാൻ ഗവൺമെന്റ് തയ്യാറാണ്. ഇത് ഞാൻ നിയമസഭയിൽ പറഞ്ഞതാണ്. പക്ഷേ CBI അന്വേഷണമായാലും ജുഡീഷ്യൽ അന്വേഷണമായാലും ഇന്ന് പ്രതിപക്ഷം പോലും ഇതുവരെ ആക്ഷേപം പറയാത്ത ഇൻവെസ്റ്റിഗേഷനെ ബാധിക്കുന്ന വിധത്തിൽ, അല്ലെങ്കിൽ അത് ഡിലേ ആക്കുന്ന വിധത്തിൽ, അല്ലെങ്കിൽ അതിന് ഏതെങ്കിലും നിയമപരമായ സാങ്കേതികമായ തടസ്സങ്ങൾ ഉണ്ടാകുന്ന വിധത്തിൽ ഒരു സമീപനം സ്വീകരിക്കാൻ ഗവൺമെന്റ് തയ്യാറല്ല. അതേസമയം ഇന്ന് നടക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാകുന്ന സമയത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തുറന്ന മനസ്സോടുകൂടി ഗവൺമെന്റ് കേൾക്കാനും അതിന് തയ്യാറാണ്. പക്ഷേ പ്രതിപക്ഷത്തിന് യഥാർത്ഥ പ്രതികളെ കൊണ്ടുവരാനല്ല, രാഷ്ട്രീയ പ്രതിയോഗികളെ കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഞാൻ രാജിവെക്കണമെന്നാണ് അവരുടെ ഡിമാൻഡ്. ഞാൻ എന്തു മാർഗവിയോഗിച്ചും അധികാരത്തിൽ കടിച്ചു തൂക്കണം എന്നുള്ള ആഗ്രഹമൊന്നുമുള്ള ആളല്ല. പക്ഷേ ഒരു ഗൂഢാലോചന നടത്തി സത്യത്തിന് ഘടകവിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ എടുത്ത് അതിന്റെ മുമ്പിൽ കീഴടങ്ങിയാൽ സത്യത്തോട് ഞാൻ കാട്ടുന്ന ഏറ്റവും വലിയ അനീതിയായിരിക്കും. അതിന് ഞാൻ ഒരിക്കലും തയ്യാറാവില്ല. സത്യം കണ്ടെത്താനാണ് ഞാൻ നിൽക്കുന്നത്. അതിനുവേണ്ടി ആരുടെ ഭാഗത്തു നിന്നും ഏത് ഫലപ്രദമായിട്ടുള്ള നിർദ്ദേശം വന്നാലും അത് കേൾക്കാൻ തയ്യാറാണ്. പക്ഷേ സത്യത്തെ പൂർണ്ണമായും തമസ്കരിച്ചുകൊണ്ട് രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് പറയുമ്പോൾ ആർക്കും ഒരു തെറ്റിദ്ധാരണയും വേണ്ട. പ്രതിപക്ഷത്തിന്റെ ഗൂഢാലോചന, അതിന്റെ മുമ്പിൽ മുട്ടുമടക്കുന്ന പ്രശ്നമേ ഇല്ല. ഇതെവിടുന്ന ഈ ഗൂഢാലോചന തുടങ്ങുന്നത്? മാർച്ച് 3-ാം തീയതി ഈ പരാതിക്കാരൻ അദ്ദേഹം ഒരു നോട്ടീസ് അയക്കുന്നുണ്ട് ഈ കേസിലെ പ്രതികൾക്ക്. അതിന്റെ രേഖയാണ് ഇന്നലെ ധനകാര്യമന്ത്രി നിയമസഭയിൽ വായിച്ച് വിശദീകരിച്ചത്. അതിനകത്ത് എന്നെക്കുറിച്ച് പരാമർശിക്കുന്നേയില്ല. എന്നെ കാണാൻ വരുന്നതിന് മുമ്പ്, അതായത് ജൂൺ 22-ാം തീയതി അവരെല്ലാം ചർച്ച ചെയ്തു തീരുമാനമെടുത്തു. 25-ാം തീയതി MOU സൈൻ ചെയ്തു. അപ്പോൾ തന്നെ 3 ചെക്കുകളും 40 ലക്ഷത്തിന്റെ 3 ചെക്കുകളും കൊടുത്തു. എല്ലാം അതിനകത്ത് എഴുതിയിരിക്കുക. അന്ന് ഒരു രാഷ്ട്രീയ സാഹചര്യമില്ല, ആർക്കും ഇതിന്റെ പ്രാധാന്യം അറിയത്തില്ല. അപ്പോൾ ഒരു കക്ഷിയും അഡ്വക്കേറ്റും കൂടെ ചേർന്നുണ്ടാക്കിയ ശരിയായിട്ടുള്ള ഒരു ഇതാണ് വന്നിട്ടുള്ളത്. അദ്ദേഹം കണ്ടു എന്ന് പറയുന്ന ദിവസം ജൂലൈ 9-ാം തീയതിയാണ്. അതിനു മുമ്പ് വ്യവസ്ഥകൾ തീരുമാനിച്ചു, കരാർ ഒപ്പിട്ടു, ചെക്ക് മാറി, ആ ചെക്ക് കൈമാറി. പിന്നെ കോടതിയിൽ പത്തനംതിട്ട കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുക്കുന്നുണ്ട്. ആ പെറ്റീഷനിൽ എഴുതി തയ്യാറാക്കിയതിന് ശേഷം മുഖ്യമന്ത്രി എന്ന പേര് മുകളിൽ എഴുതി ചേർക്കുക ചെയ്തത്. നിങ്ങളൊന്ന് ആലോചിച്ച്, ഒരു മുഖ്യമന്ത്രിയെ ഒരു ക്രിമിനൽ കേസിൽ പ്രതിയാക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു പെറ്റീഷനിൽ കാഷ്വലായിട്ട് മുകളിൽ പേരെഴുതി ചേർക്കുവോ? അത് കഴിഞ്ഞ് ചെങ്ങന്നൂര് പോയി പോലീസിന്റെ മുമ്പിൽ ഇദ്ദേഹം ഒരു മൊഴി കൊടുക്കുന്നുണ്ട്. ആ മൊഴി കൊടുത്തതിന് ശേഷം അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറയുന്നുണ്ട്, പോലീസ് നല്ല നിലയിൽ പെരുമാറി,
വളരെ നല്ല രീതിയിലാണ് എന്റെ മൊഴിയൊക്കെ എടുത്തത്, ഞാൻ പറഞ്ഞത് തന്നെയാണ് എഴുതി കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അതിലും എന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ലെന്നാണ് ഇദ്ദേഹം തന്നെ പിന്നീട് പറഞ്ഞത്. ഇദ്ദേഹം തന്നെ അതിന്റെ പേരിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി. പക്ഷേ എന്റെ ഓഫീസിലെ ക്ലർക്കായ ജോപ്പനെ അറസ്റ്റ് ചെയ്തപ്പോൾ പ്രതിപക്ഷത്തിനൊരു മോഹം. അവിടുന്നാണ് ഈ കേസിന്റെ തിരിവ് വരുന്നത്. മാർച്ച് 3-ാം തീയതി കൊടുക്കുന്ന ആർബിട്രേഷൻ നോട്ടീസിൽ യാതൊരുവിധ പരാമർശവുമില്ല. അതിന്റെ യാഥാർത്ഥ്യങ്ങൾ മുഴുവൻ രംഗത്ത് വന്നു. കോടതിയെ കൊടുക്കുന്ന സമയത്ത് ഒരു കാഷ്വൽ റെഫറൻസ് നടത്തി. അത് കഴിഞ്ഞ് പോലീസിൽ കൊടുക്കുന്ന മൊഴിയിലും ഈ വക കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇത് വന്നപ്പോൾ ഒരു മോഹം. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ 164 സ്റ്റേറ്റ്മെന്റ് കോടതി രഹസ്യമായി പറയുന്ന ഒരു മൊഴിയാണ്. പക്ഷെ മൊഴി കൊടുത്തു കഴിഞ്ഞപ്പം മുതൽ അത് ചില മാധ്യമങ്ങളിലൂടെ അത് പുറത്തേക്ക് വന്നു. അതൊക്കെ എങ്ങനെയാ വന്നത്, അതൊക്കെ ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ എനിക്കിത് സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സാക്ഷിയോട് ഒരു ചോദ്യം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക. ജൂലൈ 9-ാം തീയതി എന്നെ വന്ന് കണ്ട് അതുകൊണ്ടുള്ള വിശ്വാസം കൊണ്ടാണ് ഈ ഇടപാടിൽ ചേർന്നത് എന്ന് പറയുന്ന അദ്ദേഹം യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു നഷ്ടം അദ്ദേഹത്തിന് ഉണ്ടായി എന്നുണ്ടെങ്കിൽ അദ്ദേഹം ആദ്യം പോകേണ്ടത് എങ്ങോട്ടാ? എന്റെ അടുത്ത് വന്ന് പറയല്ലേ വേണ്ടത്. നിങ്ങൾ പറഞ്ഞിട്ട് ചെയ്ത ഒരു കാര്യത്തിൽ എനിക്ക് ഇങ്ങനെയൊരു അബദ്ധം വന്നിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ഇടപെടണം, ഇതാക്കി തരണം എന്നല്ല പറയേണ്ടത്. അദ്ദേഹം വന്നതായിട്ട് പോലും പറയുന്നില്ല, എന്നെ കാണാൻ ശ്രമിച്ചതായിട്ട് പോലും പറയുന്നില്ല. എന്താ അതിന്റെ അർത്ഥം? എന്റെ അടുത്ത് വരാൻ അദ്ദേഹത്തിന് യാതൊരുവിധ സാഹചര്യമോ ധാർമ്മികമായിട്ടുള്ള അവകാശമോ ഇല്ലായിരുന്നു എന്ന് വ്യക്തമല്ലേ? നിങ്ങൾ തന്നെ നിങ്ങളുടെ സാമാന്യ ഇത് വെച്ചിട്ടൊന്ന് ആലോചിച്ച്. കോടതിയിൽ കൊടുത്തതിനകത്ത് എന്റെ പേര് മുകളിൽ ചേർത്താണ് എഴുതിയിരിക്കുന്നെങ്കിൽ പോലും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് മൊഴി കൊടുക്കുമ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയണ്ടേ? അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നു ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് 164 സ്റ്റേറ്റ്മെന്റ്. ഞാൻ ഈ സ്റ്റേറ്റ്മെന്റുകളൊന്നും കണ്ടിട്ടില്ല, പത്രങ്ങളിൽ കൂടിയുള്ള അറിവേ ഉള്ളൂ. ഞാൻ ആരോടും ചോദിച്ചിട്ടുമില്ല. കാരണം എനിക്കിതിനെക്കുറിച്ചൊന്നും ഒരാശങ്കയുമില്ല. കാരണം സത്യം ജയിക്കും. സത്യം മൂടിവെക്കാൻ ശ്രമിച്ചാൽ ഒരു ദിവസത്തേക്ക് അല്ലെങ്കിൽ 2 ദിവസത്തേക്ക് ഒക്കെ കാണുമായിരിക്കും, അല്ലെങ്കിൽ ഒരാഴ്ച, സത്യമെല്ലാം പുറത്തു വരില്ലേ? പക്ഷെ നിങ്ങളോട് രണ്ടാമത്തെ ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നു. മുഖ്യമന്ത്രിയായിട്ട് ഇങ്ങനെയൊരു കാര്യത്തിൽ ഇതുണ്ടെങ്കിൽ ഒരു കോടതി കൊടുത്ത പരാതി, അത് ആരാ? പോലീസല്ല, വേറെ ഒരു സമ്മർദ്ദവും ഇല്ല. അങ്ങനെ ഒരു സമയത്ത് വക്കീൽ എഴുതി കൊടുക്കുന്ന ഒരു കോടതി കൊടുക്കുന്ന ഒരു പെറ്റീഷനേക്കാൾ എത്രമാത്രം ഒരു കക്ഷിക്ക് അതിൽ നിന്ന് വ്യതിചലിക്കാൻ സാധിക്കും? ആ കോടതി കൊടുത്തതിൽ നിന്ന് ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം പുറത്തു വന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് വെച്ച് നോക്കിയാൽ കാണാൻ പറ്റുന്നത്. അപ്പൊ ഇതൊരു രാഷ്ട്രീയമായ പ്രതിപക്ഷത്തിന്റെ ഒരു ഗൂഢാലോചനയാണ്. അവർ ഈ ഗവൺമെന്റ് വന്നപ്പോൾ അവര് ഉദ്ദേശിച്ചു ഇത് 2 MLA-മാരുടെ ഭൂരിപക്ഷമുള്ള ഒരു ഗവൺമെന്റ്, ഇത് അധിക നാളൊന്നും പോകത്തില്ല. എന്താ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്? 2 പേര് മൂത്രമൊഴിക്കാൻ ഒന്നിച്ചു പോയാൽ വീഴുന്ന ഗവൺമെന്റാന്നാ. പക്ഷെ 2 തെരഞ്ഞെടുപ്പ് നടന്നിട്ട് 2 UDF ജയിച്ചു. കോൺഗ്രസും UDF-ഉം ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ട് പോകുന്നു. അപ്പം പിന്നെ തുടങ്ങി സമരങ്ങളുടെ പരമ്പര. പക്ഷെ ഒരു സമരവും ക്ലച്ച് പിടിച്ചില്ല, ഒരു സമരവും വിജയിച്ചില്ല. എല്ലാ സമരങ്ങളിൽ നിന്നും നാണം കെട്ടവർക്ക് പോരേണ്ടി വന്നു. വലിയ സന്നാഹത്തോടു കൂടിയാണല്ലോ പങ്കാളിത്ത പെൻഷനെതിരായ സമരവുമായിട്ട് ഇറങ്ങിയത്. അവരുടെ തന്നെ റിപ്പോർട്ടിൽ തുറന്നു സമ്മതിക്കുന്നു ജനകീയ പങ്കാളിത്തമില്ല. എന്താ കാരണം? ജനങ്ങളുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഗവൺമെന്റ് മുമ്പോട്ട് പോകുന്നത്. ജനകീയ പ്രശ്നങ്ങളാണ് ഗവൺമെന്റ് കൈകാര്യം ചെയ്യുന്നത്. ജനങ്ങളാണ് ഈ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ശക്തി. അവിടെയാണ് ഇന്ന് പ്രതിപക്ഷത്തിന്റെ അന്തരാളി. അതെങ്ങനെ ജനങ്ങൾക്ക് അടുക്കാൻ സാധിക്കും? ഇത്രയും ദിവസം നിയമസഭ വിളിച്ചു കൂട്ടിയിട്ട് അവിടെ എന്ത് ചർച്ച ചെയ്തു? ഇവിടെ വിലക്കയറ്റം, കാലവർഷക്കെടുതി, എന്തെല്ലാം പ്രശ്നങ്ങൾ, ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ. സോളാർ അല്ലാതെ വേറെ ഒരു കാര്യവും ഇവിടെ ചർച്ച ചെയ്യാൻ പാടില്ല. ഇത് എവിടുത്തെ നിയമമാ? അടിയന്തര പ്രമേയം കൊണ്ടുവന്നോട്ടെ, എല്ലാ ദിവസവും കൊണ്ടുവന്നോട്ടെ. പക്ഷെ ബാക്കിയുള്ള സമയത്ത് ചർച്ച ചെയ്തുകൂടെ? അതല്ലേ ജനാധിപത്യം? ജനാധിപത്യത്തിന്റെ ശക്തി തന്നെ ചർച്ചയും വിയോജിപ്പുമാണ്. ചർച്ച നടക്കട്ടെ. വിയോജിക്കാനുള്ളവർക്ക് വിയോജിക്കാനുള്ള അവസരം അവിടെ ഉണ്ട്. സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്. പക്ഷേ സഭ നടത്താൻ അനുവദിക്കില്ല എന്ന നിലപാട്. അങ്ങനൊരു ഇതോടുകൂടി ജനങ്ങൾ ഒരിക്കലും കൂടില്ല. അതിന് ഞങ്ങളോട് പക കാട്ടിയിട്ട് കാര്യമില്ല. എന്റെ കുടുംബത്തെ പോലും അവമാനിക്കുന്ന രീതിയിലുള്ള പലതും പറയുന്നു. അതിലൊന്നും എനിക്ക് പരിഭവമില്ല. പക്ഷേ അതൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾ കണ്ടും കേട്ടും നിൽക്കുകയാണ്. രാഷ്ട്രീയമായി മറുപടി പറയാനില്ലാത്തപ്പോഴാണ്
ഇങ്ങനെ വഴിവിട്ടു പോകുന്നത്? നിയമസഭയിൽ പ്ലാക്കാർഡുകൾ ഉയർത്തിക്കാട്ടി. പ്ലാക്കാർഡ് ഉയർത്താത്തതാണോ ഞങ്ങളുടെ ബലഹീനത? അത് ഞങ്ങളുടെ സംസ്കാരമാണ്. കോൺഗ്രസിന്റെയും UDFന്റെയും സംസ്കാരമാണ്. അത് കോൺഗ്രസിന്റെയും UDFന്റെയും മാന്യതയാണ്. ഞങ്ങൾ വിചാരിച്ചാലും പ്ലാക്കാർഡ് ഉണ്ടാവില്ലേ? പക്ഷേ പൊതുപ്രവർത്തകർ പാലിക്കേണ്ട മിതത്വമുണ്ട്. മാന്യതയുടെ ചില അതിർത്തി വരമ്പുകളുണ്ട്. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം, വിയോജിപ്പുണ്ടാകാം. പക്ഷേ അതിന്റെ ചില അതിർത്തികൾ, വരമ്പുകൾ അത് നോക്കേണ്ടതായിട്ടുണ്ട്. നിയമസഭയിൽ ഇന്നലെയും പറയുന്ന കേട്ടു, മുഖ്യമന്ത്രിക്കെതിരായി പരാതി പറഞ്ഞ കുരുള ജയിലിൽ അടച്ചുകൊള്ളും. കുരുള പറഞ്ഞ കാര്യം ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്ത മാധ്യമങ്ങളുണ്ട്. മുഖ്യമന്ത്രിയോട് പരാതി പറഞ്ഞും അത് മാധ്യമങ്ങൾ കൊടുത്തതിന്റെ പേരിൽ ആ വ്യക്തിയെ ജയിലിൽ അടച്ചാൽ ആ വ്യക്തിയെ പുറത്തിറക്കാനും അത് തുറന്നു കാട്ടാനും മുഖ്യമന്ത്രിയുടെ തെറ്റായ നിലപാട് തുറന്നു കാട്ടാനും നിങ്ങൾക്ക് ബാധ്യതയില്ലേ? നിങ്ങൾ എന്താ മിണ്ടാതിരിക്കുന്നത്? പക്ഷെ അതിന്റെ സത്യം അറിയണം. എന്നെയും കബളിപ്പിച്ചു. എന്നോട് വന്നേച്ച് പറഞ്ഞു, എന്റെ പേര് പറഞ്ഞ് പുള്ളിയെ തട്ടിച്ചു 1 കോടി രൂപ. അദ്ദേഹം പറയുന്നത് മുഴുവൻ വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിലും എന്റെ പേരുപയോഗിച്ച് തട്ടിപ്പ് നടത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനും വളരെ ഇതായി. കാരണം ഞാൻ വളരെ ഫ്രീ ആയിട്ട് ഇടപെടുന്നതാണ്. ആർക്കും വേണം എന്റെ അടുത്ത് വരാം. അപ്പൊ ആ അവസരം ആരെങ്കിലും ചൂഷണം ചെയ്താൽ ഞാൻ വളരെ ഗൗരവമായിട്ട് കാണും. ഇതിനു മുമ്പ് പലപ്പോഴും അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉണ്ടായ സംഭവങ്ങളിൽ ഞാൻ ഇനീഷ്യേറ്റീവ് എടുത്ത് അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഞാൻ അന്നേരം തന്നെ DGP എന്റെ ഓഫീസിൽ വിളിച്ചു വരുത്തി ഈ പിറ്റീഷൻ കൊടുത്തു. DGP അതേ ഗൗരവത്തിൽ അന്ന് തന്നെ അത് ഫാക്സ് ചെയ്തു. എറണാകുളത്ത് IG അന്ന് തന്നെ കേസ് രജിസ്റ്റർ ചെയ്തു. അതിൽ പറഞ്ഞിട്ടുള്ള പ്രതികളെ പോലീസ് രാത്രിയിൽ അറസ്റ്റ് ചെയ്തു. 3 ദിവസം അത് അവരെ തുടർച്ചയായിട്ട് ചോദ്യം ചെയ്തു. പിന്നെ ഉള്ള വിവരം ഞാൻ അറിയുന്നത്, ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് ഈ പിടിയിലായവർ വന്ന് എന്നോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുമ്പോഴാണ്. അവർ പറയുന്നു അവരെ ചതിച്ചു, അവരെ വഞ്ചിച്ചു, അവരെ ചീറ്റ് ചെയ്തിരിക്കുന്നു, അവര് കേസ് കൊടുക്കുന്നത് തടയാൻ വേണ്ടി ചെയ്തതാന്ന് പറഞ്ഞു. പോലീസ് അന്വേഷണം നടത്തി വന്ന് ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്കുള്ള തെളിവുകൾ തരാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ തെളിവുകളില്ല. മറ്റൊരു പറഞ്ഞ കാര്യത്തിന്റെ തെളിവുകൾ തരാൻ പറഞ്ഞപ്പോൾ അവരെല്ലാ തെളിവുകളും ഹാജരാക്കി. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ കുരുളെ അറസ്റ്റ് ചെയ്തു. പക്ഷെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്ന് പത്രത്തിൽ കണ്ടപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ പേരിൽ വേറെ പല കേസുകളായി. ഇപ്പോഴാണ് അറിയുന്നത് അദ്ദേഹം ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മണി ചെയിൻ കമ്പനിയുടെ ആളാണ്. അതിന്റെ പേരിൽ തട്ടിപ്പ് നടത്തി അതിന്റെ പേരിലുള്ള കേസുകളും കാര്യങ്ങളും വന്നിരിക്കുക. എനിക്ക് സത്യം പറഞ്ഞാൽ ആ 2 പേർക്കുണ്ടായ അനുഭവങ്ങൾ കേട്ടപ്പോൾ എനിക്ക് പ്രയാസം തോന്നി. അപ്പോൾ എനിക്ക് മാധ്യമങ്ങളോട് ഉള്ള ഒരു അഭ്യർത്ഥന, സത്യം പുറത്തു കൊണ്ടുവരാനുള്ള വലിയൊരു ബാധ്യത നിങ്ങൾക്കുണ്ട്. അത് വാർത്ത കൊടുക്കലും വാർത്ത നിഷേധിക്കലും മാത്രമാകരുത്. ആരാണ് കുറ്റക്കാര് എന്നുള്ളതിന് നിങ്ങൾക്ക് ചെയ്യാവും. നിങ്ങൾക്ക് ഉള്ള പരിമിതികളൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു. ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നത് ചെയ്യണം എന്നാണ് എനിക്കുള്ള അഭ്യർത്ഥന. സത്യം ഉയർത്തിപ്പിടിക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. അപ്പം സത്യത്തെ സംരക്ഷിക്കാൻ നിങ്ങളുണ്ടാകണം. എന്നെ സഹായിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. പറഞ്ഞാലും നിങ്ങൾ സഹായിക്കത്തില്ലെന്നറിയാം. അത് വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യവും അല്ലെന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഇരിക്കുന്ന കസേരയുടെ കുഴപ്പമാണ്. കാരണം നിങ്ങൾക്ക് വാർത്തയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എപ്പോഴും അധികാരത്തിൽ ആരാണ്? അത് ഗവൺമെന്റ് മാത്രമല്ല, പാർട്ടിയിലായാലും വേറെ ഏത് സ്ഥാനത്തായാലും എപ്പോഴും അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള വാർത്തകളായിരിക്കാം. പക്ഷേ സത്യത്തിന് അത് ഉയർത്തിപ്പിടിക്കാനുള്ള ബാധ്യതയുണ്ട്. അത് നിങ്ങളുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അത് ചെയ്യണം. എനിക്ക് ഒരു മാധ്യമത്തോടും ഒരു ഇതുമില്ല. വാർത്തകൾ നിങ്ങൾ കൊടുക്കുന്നതിനും എനിക്ക് യാതൊരു ഇതുമില്ല. കാരണം എനിക്ക് അതിന്റെ സാഹചര്യങ്ങൾ അറിയാം, നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ അറിയാം. പക്ഷേ അതിന്റെ മറുവശം കൂടി ഉണ്ട് എന്നുള്ളത്, സത്യത്തോട് നീതി ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കോൺഗ്രസിനകത്ത് ഭിന്നതയുണ്ട്, UDF ഭിന്നതയുണ്ട്, ഗവൺമെന്റിൽ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിൽ ഒന്നും ശരിയല്ല. ഞങ്ങൾ കോൺഗ്രസിൽ ഒറ്റക്കെട്ടാണ്, UDF ഒറ്റക്കെട്ടാണ്. ഹൈക്കമാൻഡിന്റെ പൂർണ്ണമായ പിന്തുണയുണ്ട്. മന്ത്രിസഭയിലെ ഒരഭിപ്രായ വ്യത്യാസവും ഇല്ല.